എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ് കളക്റ്റീവ് നൗണും അതേപോലെ തന്നെ യങ് വൺസും. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ നോക്കുന്നത് യങ് വൺസ് ആണ് കേട്ടോ. ഫസ്റ്റ് യങ് വൺസ് ആണ്. അതായത് ഓരോ ആനിമലിന്റെയും കുട്ടികളെ അല്ലെങ്കിൽ യങ് വൺസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് വൺ ഫിഷ്. ഫിഷിന്റെ യങ് വൺ എന്താ? ഫ്രൈ എന്നും പറയും, അതേപോലെ തന്നെ മിന്നോ എന്ന് പറയും. ഓക്കെ, ഫിഷ്, ഫ്രൈ, പിന്നെ മിന്നോ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം. ഫിഷ് ഫ്രൈ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷ് ആയിരിക്കണം ഫ്രൈ. അപ്പൊ ഫിഷ് ഫ്രൈ, അതേപോലെ തന്നെ മിന്നോ. മിന്നോ എന്ന് പറയുമ്പോൾ നമുക്ക് മീനോ അല്ലെ? ഫിഷ് അല്ലേ? അപ്പൊ മീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തില്? അതേപോലെ ഓർത്ത് വെക്കുക, മിന്നോ. അപ്പൊ ഫിഷിന്റെ യങ് വൺസ് എന്തൊക്കെയാണ് വരുന്നത്? ഫിഷ് ഫ്രൈയും മിന്നോ. മിന്നോ പഠിച്ചില്ലേ എല്ലാവരും? അടുത്ത് നോക്കാം. എയ്പ്പ്, അതേപോലെ തന്നെ ഗൊറില്ല. എയ്പ്പിന്റെയും ഗൊറില്ലയുടെ ഒക്കെ യങ് വൺ നമ്മൾ പറയുന്നത് ഇൻഫന്റ് എന്നാണ് പറയാ കേട്ടോ. ഇൻഫന്റ് ആണ്. അപ്പൊ എയ്പ്പും ഗൊറില്ലയും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇൻഫന്റ് എന്ന് പറയില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം അല്ലെ? എയ്പ്പും ഗൊറില്ലയൊക്കെ. അപ്പൊ ഇൻഫന്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, കാംഗ്രൂ. കാംഗ്രൂവിന്റെ യങ് വൺ നമ്മൾ പറയുന്നത് ജോയ് ആണ്. ഓക്കെ, ജോയ് എന്നാണ് കാംഗ്രൂവിന്റെ യങ് വണ്ണിനെ പറയുന്നത്. അപ്പൊ നമുക്ക് കാംഗ്രൂ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന ഒരു ആനിമൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര സന്തോഷം കൊണ്ടാണ്, ജോയ് കൊണ്ടാണ് അതിങ്ങനെ ചാടി ചാടി പോവാൻ നമുക്ക് ഓർക്കാം അല്ലെ? അപ്പൊ നമ്മുടെ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ജോയുടെ സ്പെല്ലിംഗ് JOEY ആണ്. നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാംഗ്രൂ ചാടി ചാടി പോവാണ്, വളരെ സന്തോഷത്തോടെ, ഹാപ്പി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, ഹെന്നിന്റെ യങ് വൺ. ഹെന്നിന്റെ യങ് വൺ ഏതൊക്കെയാ? ചിക്കും പുള്ളറ്റും എന്ന് നമ്മൾ പറയും. ഓക്കെ, ഹെന്നിന്റെ യങ് വൺ ചിക്കും പുള്ളറ്റും. നമുക്ക് വേണമെങ്കിൽ ഹെൻ എന്ന് പറയുമ്പോൾ ചിക്കൻ ഓർക്കാം അല്ലെ? ചിക്കൻ, അപ്പൊ ചിക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഹെന്നിന്റെ ചിക്ക് നമ്മൾ പറയുന്നതാണ്. അതേപോലെ തന്നെ പുള്ളറ്റ്. ഈ ഹെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് ഓടിച്ചു പോയി വാങ്ങിച്ചു എന്ന് ഓർക്കാം അല്ലെ? ബുള്ളറ്റ് ഓടിച്ചിട്ട് അങ്ങനെ പുള്ളറ്റ്, പുള്ളറ്റ് ആയിട്ട് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഹെന്നിന്റെ യങ് വൺ എന്തൊക്കെയാണ്? ചിക്കും അതേപോലെ തന്നെ പുള്ളറ്റ്, ചിക്കും പുള്ളറ്റും. അടുത്ത് നോക്കിയേ, പീകോക്ക് ആണെങ്കിലും ഹോക്ക് ആണെങ്കിലും ബേർഡ് ആണെങ്കിലും ഇതിന്റെയൊക്കെ നമ്മൾ സാധാരണ യങ് വൺ അല്ലെങ്കിൽ നമ്മൾ ഓഫ് സ്പ്രിംഗ് എന്ന് പറയും കേട്ടോ. ആ ഒരു വേർഡും കൂടെ പഠിച്ചു വെച്ചേക്കണേ. ഓഫ് സ്പ്രിംഗ്. ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാലും യങ് വൺ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ ഹെൻ ആണെങ്കിലും പീകോക്ക് ആണെങ്കിലും ഹോക്ക് അല്ലെങ്കിൽ നമ്മൾ ബേർഡ്സിനെയൊക്കെ ജനറലി നമ്മൾ പറയുമ്പോൾ അതിന്റെ യങ് വണ്ണിനെ നമ്മൾ ചിക്കൻ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? പഠിച്ചോ? എന്റെ കൂടെ തന്നെ പഠിച്ചു പോണേ എല്ലാവരും. അപ്പൊ ആയിട്ട് എന്തായിരുന്നു? ഫിഷ് അല്ലെ? ഫിഷിന്റെ യങ് വൺ എന്താ? ഫ്രൈ എന്ന് പറയും, അതേപോലെ തന്നെ മിന്നോ. ഓക്കെ, എയ്പ്പിന്റെയും ഗോറില്ലയുടെ ഒക്കെ യങ് വൺ എന്താ പറയാ? ഇൻഫന്റ്. കാംഗ്രൂ ആണെങ്കിലോ ചാടി ചാടി പോവും വളരെ സന്തോഷത്തോടെ അല്ലെ? അപ്പൊ ജോയ്. ഹെന്നാണെങ്കിൽ ചിക്കും പുള്ളറ്റും അല്ലെ? ബുള്ളറ്റ് ഓടിച്ചിട്ട് ഹെന്ന് വാങ്ങാൻ പോയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. പിന്നെ പീകോക്ക് ആണെങ്കിലും ഹോക്ക്, ബേർഡ് ഇതിന്റെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ പറയുന്നത് എന്താണ്? ചിക്ക് എന്നാണ് പറയാ. എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഞാനിവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പലതും പഠിക്കില്ല. ഇപ്പൊ ബെയറിന്റെ ആണെങ്കിൽ കപ്പാണ്, പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഹെന്നിന്റെ പഠിക്കുക. അപ്പൊ അങ്ങനെ പഠിക്കാണ്ട് ഇതേപോലെ ഒരു എന്താ പറയാ ഒരു ഓർഡർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിൽ നിൽക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, ടൈഗറിന്റെ യങ് വൺ എന്താ പറയാ? കബ് എന്ന് പറയും കേട്ടോ. കബ്ബാണ്. ലയന്റെ ആണെങ്കിലും കബ്, ബെയറിന്റെ ആണെങ്കിലും കബ്ബാണ്. ഫോക്സിന്റെ കബ്, വുൾഫിന്റെ എന്താ? കബ്ബാണ്. ഷാർക്കിന്റെ കബ്, ഓട്ടറിന്റെ കബ്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അങ്ങനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ടൈഗർ ആണെങ്കിലും ലയൺ ആണെങ്കിലും ബെയർ ആണെങ്കിലും ഫോക്സ്, വുൾഫ് അല്ലെ? ഇതെല്ലാം അത്യാവശ്യം അറ്റാക്കിംഗ് ആനിമൽസ് ആണ് അല്ലെ? അപ്പൊ ഇതേപോലെയുള്ള ടൈഗറും ലയണും ബെയറും ഫോക്സും വുൾഫും ഇതിന്റെയൊക്കെ അറ്റാക്കിംഗ് ആനിമൽസ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയാ? കബ് എന്നാണ് പറയാ. മൈൻഡിൽ നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ടൈഗർ, ലയൺ, ബെയർ, ഫോക്സ്, വുൾഫിന്റെ ഒക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയാ? കബ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഷാർക്കും അറ്റാക്കിംഗ് ആനിമൽ തന്നെയാണ് അല്ലെ? ഓട്ടർ നീർനായയാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ക് കേട്ടോ. അപ്പൊ ഷാർക്ക് ആണെങ്കിലും ഓട്ടർ ആണെങ്കിലും എന്താ വെള്ളത്തിലുള്ള അറ്റാക്കിംഗ് ആനിമൽസ് ആണ് അല്ലെ? അപ്പൊ ഇതേപോലെ ഷാർക്കും ഓട്ടറും വെള്ളത്തിലുള്ള അറ്റാക്കിംഗ് ആനിമൽസ്, അതിന്റെ യങ് വണ്ണിനെയും പറയുന്നത് കപ്പാണ്. ഓക്കെ, അപ്പൊ ചുരുക്കത്തില് ആ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു പോവാ കേട്ടോ. ടൈഗറും ലയൺ, ബെയർ, ഫോക്സ്, വുൾഫ്, ഷാർക്ക്, ഓട്ടറിന്റെ ഒക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയാ? കബ് എന്നാണ് പറയാ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ,
അടുത്ത സെറ്റ് നോക്കിയേ, ഔൾ, സ്നേക്ക്, ഈഗിൾ, പിഗ്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും യങ് വണ്ണെ നമ്മൾ എന്താ പറയാ, ലെറ്റ് കൂട്ടിയിട്ട് പറയും അല്ലെ. ഔൾ ആണെങ്കിൽ ഔളറ്റ്, സ്നേക്ക് ആണെങ്കിൽ സ്നേക്ക്ലെറ്റ്, ഈഗിൾ ആണെങ്കിൽ എഗ്ലെറ്റ്, പിഗ് ആണെങ്കിൽ പിഗ്ലെറ്റ്. അപ്പോൾ ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് പറഞ്ഞു പഠിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, ഔൾ ആണെങ്കിൽ ഔളറ്റ്, സ്നേക്ക് ആണെങ്കിൽ സ്നേക്ക്ലെറ്റ്, ഈഗിൾ ആണെങ്കിൽ എഗ്ലെറ്റ്, പിഗ് ആണെങ്കിൽ പിഗ്ലെറ്റ്. അപ്പൊ ഇതിനൊക്കെ കൂടെ നമ്മൾ എന്താ ചേർത്ത്, ഒരു ലെറ്റ് ചേർത്തിട്ട് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ആലോചിക്കാനായിട്ട് ഇപ്പൊ എക്സാം ഹോളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോ ആ ഒരു സമയത്തെ ടെൻഷനൊക്കെ കാരണം ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അല്ലെ. അവൾ എന്ന് പറയുമ്പോ നമുക്ക് മലയാളത്തില് അവൾ എന്ന് ഓർക്കാം. അവൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ. അപ്പൊ അവള് സ്നേക്കിനെ കൊന്നു ഓർക്കാം കേട്ടോ. അവള് ആരെ കൊന്നു? സ്നേക്കിനെ കൊന്നു. എന്നിട്ട് ആ സ്നേക്കിനെ ആരാ കഴിച്ചേ? ഈഗിള് കഴിച്ചു അല്ലെ. ഈഗിള് സ്നേക്കിനെ കഴിച്ചു എന്ന് ഓർക്കാം. അതിന്റെ ബാക്കിയുള്ളതൊക്കെ കഴിക്കുന്ന ഒരു ആനിമൽ ആണല്ലോ പിഗ്. അപ്പൊ അതിന്റെ ബാക്കിയുള്ളത് നമ്മുടെ പിഗും കഴിച്ചു. അപ്പൊ ഈ 4 നമുക്ക് അതേപോലെ ഒന്ന് ഓർക്കാലോ അല്ലെ. അവള് സ്നേക്കിനെ കൊന്നു, ആ സ്നേക്കിനെ ആര് കഴിച്ചു? ഈഗിള് കഴിച്ചു, ബാക്കിയുള്ളത് പിഗ് കഴിച്ചു. അപ്പൊ ഇതിനൊക്കെ കൂടെ നമ്മൾ എന്താ ചേർക്കുക? ലെറ്റാണ് ചേർക്കുക എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ മൈൻഡിലോട്ട് കൊണ്ടുവന്ന് എന്തൊക്കെയായിരുന്നു? അവൾ, അവളറ്റ്, സ്നേക്ക് ആണെങ്കിൽ സ്നേക്ക്ലെറ്റ്, ഈഗിൾ ആണെങ്കിൽ എഗ്ലെറ്റ്, പിഗ് ആണെങ്കിൽ പിഗ്ലെറ്റ്. കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ എന്താ ചേർക്കുക? ലെറ്റാണ് ചേർക്കുക എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ആൻഡും ഡക്കും അതുപോലെ തന്നെ ഗൂസും സ്പൈഡറും കേട്ടോ. ഇതിന്റെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ ചേർത്ത് പറയാ? ലിങ് കൂട്ടിയിട്ട് പറയും. ഓക്കെ, അതായത് ആൻഡ് ലിങ്, കണ്ടോ അവിടെ ഒരു ലിങ്, ഗോസ്ലിങ്, അതേപോലെ തന്നെ സ്പൈഡർ ലിങ്. ഇങ്ങനെ ലിങ് ചേർത്തിട്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാരുടെ കൂടെ പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഈ ആൻഡ് എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ആൻഡ് ഇങ്ങനെ വരിവരിയായിട്ട് പോവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഓർഡർ ആയിട്ട് പോവാണെന്നുള്ള രീതിയിൽ ആൻഡ് ലിങ് ഒരു ലൈൻ പോലെ പോകുന്ന ഓർക്കാം. ആ ലൈനും ലിങ്ങും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആൻഡ് ലിങ്. പിന്നെ ആരാ? ഡക്ക്. ഡക്ക് ആണെങ്കിലും ഒന്നിന്റെ പുറകെ ഒന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു ലൈൻ പോലെ പോകുന്ന ഓർക്കാം. അങ്ങനെ നമുക്ക് ലിങ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഡക്ക് ലിങ്. പിന്നെ ഗൂസും സ്പൈഡറും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഗോസ്ലിങ്ങും സ്പൈഡർലിങ്ങും ആണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. അവളാണെങ്കിൽ എന്തൊക്കെയായിരുന്നു? അവളാണെങ്കിൽ അവള് ആരെ കൊന്നു? സ്നേക്കിനെ കൊന്നു. അതിന്റെ ബാക്കി ഈഗിള് കഴിച്ചു, പിന്നെ പിഗ് കഴിച്ചു. അപ്പൊ ഇതിനൊക്കെ കൂടെ നമ്മൾ ലെറ്റ് ചേർത്ത് പറയുന്നു. ഓക്കെ, എഗ്ലെറ്റ് ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ ആൻഡ് ആണെങ്കിലും ഡക്ക് ആണെങ്കിലും ലൈൻ ആയിട്ടാണ് പോണേന്ന് ഓർക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ലിങ് ചേർത്തു, ലൈൻ പോലെ ലിങ് ചേർത്തു. കൂടെ തന്നെ ഗൂസും സ്പൈഡറും പഠിച്ചേക്കുക. പിന്നെ നമ്മൾ എന്താ പഠിച്ചത് നേരത്തെ? അറ്റാക്കിംഗ് ആനിമൽസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. നമ്മുടെ ടൈഗർ, ലയൺ, ബെയർ, ഫോക്സ്, വുൾഫ്, ഷാർക്ക്, ഓട്ടർ, ഇതിന്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ യങ് വണ്ണിന് നമ്മൾ പറയുന്നത് എന്താ? കബ് എന്നാണ് പറയാ അല്ലെ. ഓക്കെ, ഇത്രയും എല്ലാവർക്കും സെറ്റ് ആണോ? ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് കേട്ട് പോയാൽ മാത്രം പോരാ, പ്രാവശ്യം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ, നമ്മുടെ PYQ ഒക്കെ എല്ലാവരും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ റിക്കളക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് കയറാം. അടുത്തത് സീബ്ര, ഡോങ്കി, ഹോഴ്സ്. ഓക്കെ, സീബ്ര ആണെങ്കിലും ഡോങ്കി ആണെങ്കിലും ഹോഴ്സ് ആണെങ്കിലും ഇതിന്റെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ പറയുന്നത് ഫോൾ എന്നാണ് പറയാ. എന്താ പറയാ? ഫോൾ, FOAL, ഫോൾ എന്നാണ് പറയാ കേട്ടോ. അപ്പോ ജസ്റ്റ് നോക്കിയേ, ഈ സീബ്രയും ഡോങ്കിയും ഹോഴ്സും, ഈ ഹോഴ്സിന് ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീബ്ര ആയിട്ട് മാറും അല്ലെ. അതേപോലെ ഹോഴ്സും ഡോങ്കിയൊക്കെ ഏതാണ്ട് കുറച്ച് ചായയൊക്കെയുള്ള ആനിമൽസ് ആണ് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള 3 ആനിമൽ, ഹോഴ്സ് ആണെങ്കിലും ഡോങ്കി ആണെങ്കിലും സീബ്ര ആണെങ്കിലും ഇതിന്റെയൊക്കെ യങ് വണ്ണിനെ പറയുന്നത് എന്താണ്? FOAL, ഫോൾ എന്നാണ് പറയാ. ഓക്കെ, വേണമെങ്കിൽ ഹോഴ്സിന്റെ മുകളിൽ നിന്ന് വീണു നമ്മൾ FAL എന്ന് പറയില്ലേ, ഫോൾ, വീണു എന്നുള്ള രീതിയിൽ, അങ്ങനെയും വേണമെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഹോഴ്സും ഡോങ്കിയും സീബ്രയുടെ ഒക്കെ യങ് വൺ എന്താ പറയാ? ഫോൾ എന്നാണ് പറയാ. ഇനി ഈ ഹോഴ്സിന്റെ മെയിൽ ആണെങ്കിൽ, ഓക്കെ, മെയിൽ അതായത് ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ പറയുന്നത് കോൾട്ട് എന്ന് പറയും. പെണ്ണാണെങ്കിൽ, യങ് വണ്ണ് പെണ്ണാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഫില്ലി എന്നാ പറയാ കേട്ടോ. ഓക്കെ, ഫീമെയിൽ ആണെങ്കിൽ ഫില്ലി എന്ന് പറയും അല്ലെ. അതിൽ തന്നെ കിട്ടുമല്ലോ, ഫില്ലി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് പോലെ തോന്നുമല്ലോ. അപ്പൊ ഫില്ലി ആണെങ്കിൽ ഫീമെയിൽ, കോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മെയിൽ ആണ്. അപ്പൊ ഹോഴ്സിന്റെ മെയിൽ യങ് വൺ ആണെങ്കിൽ കോൾട്ട് എന്നും പറയും, ഫീമെയിൽ ആണെങ്കിൽ ഫില്ലി എന്നും പറയും. കിട്ടുന്നുണ്ടല്ലോ? ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. അപ്പൊ സീബ്ര, ഡോങ്കി, ഹോഴ്സ് ഇവരൊക്കെ ഏതാണ്ട് ഓരോ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് അല്ലെ. ഇവരുടെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയാ? ഫോൾ എന്നാണ് പറയാ. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് കയറാം. അടുത്തത് ഡിയറിന്റെ ഫോൺ ആണ് കേട്ടോ. ഡിയറിന്റെ യങ് വൺ എന്താ? ഫോൺ ആണ്. കോക്കിന്റെ ആണെങ്കിലോ
റൂസ്റ്ററും കൊക്രലാണ്. ഫ്രോഗിന്റെ ആണെങ്കിൽ ടാഡ്പോൾ, ഗോട്ടിന്റെ ആണെങ്കിലോ കിഡും, ഷീപ്പിന്റെ ആണെങ്കിൽ ലാമ്പും. ഓക്കെ, അപ്പൊ ഡിയറിന്റെ യങ് വൺ, ഡിയറിന്റെ നമ്മുടെ മാന്റെ ഡിയറിന്റെ ഒക്കെ യങ് വണ്ണിനെ പറയുന്നത് ഫോൺ, FAWN. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്ന മെമ്മറി ട്രിക്സ് ആണ് കേട്ടോ. ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, ഫോൺ കേട്ടോ. ഈ ഫോൺ എടുത്തിട്ട് നമ്മൾ ഹൗ ആർ യു മൈ ഡിയർ എന്നൊക്കെ സംസാരിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫോണ് ഡിയർ, ഡിയറിന്റെ യങ് വൺ എന്താണ്, ഫോൺ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി കോക്കിന്റെ റൂസ്റ്ററും കൊക്രലും, കോക്ക് കൊക്രല് അത് ആലോചിക്കാമല്ലോ, കോക്ക് കൊക്രല്. റൂസ്റ്റർ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ കോക്കിന്റെ റൂസ്റ്ററും അതേപോലെ തന്നെ കൊക്രലാണ്. ഫ്രോഗിന്റെ ടാഡ്പോൾ ആണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഫ്രോഗിന്റെ ടാഡ്പോൾ, ഫ്രോഗ് ടാഡ്പോൾ. ഗോട്ട് ആണെങ്കിലോ കിഡും, ഷീപ്പ് ആണെങ്കിൽ ലാമ്പ്. ഇത് തമ്മിൽ മാറിപ്പോരുത്. ഗോട്ട് കിഡ്, നമുക്ക് വേണമെങ്കിൽ ഒരു കിഡിനെ കിട്ടി എന്നൊക്കെ ഓർക്കാം അല്ലെ, ഒരു കിഡിനെ കിട്ടി. ഇപ്പൊ ഗോട്ട് നമ്മൾ GOT വെച്ചിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഗോട്ടിന്റെ ആണ് കിഡ്, ഷീപ്പിന്റെ ഏതാ, ലാമ്പാണ്. ഇത് തമ്മിൽ മാറിപ്പോരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണേ. അപ്പൊ ഒന്നും കൂടെ നോക്കിയേ, ഡിയറിന്റെ ആണെങ്കിൽ ഫോണ്, കോക്കിന്റെ ആണെങ്കിൽ റൂസ്റ്ററും കൊക്കറലും, ഫ്രോഗിന്റെ ആണെങ്കിൽ ടാഡ്പോള്, ഗോട്ടിന്റെയും ഗോട്ടിന്റെ ആണെങ്കിൽ കിഡ്, സോറി, ഷീപ്പിന്റെ ആണെങ്കിൽ ലാമ്പ്. എല്ലാവർക്കും കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴേ, നമ്മൾ ശരിക്കും ലൈവ് സെഷൻ അല്ലല്ലോ, അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് എനിക്കും ഒരു എനർജി ഒക്കെ കിട്ടുക. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. ഓക്കെ, ഇനി എടുത്ത് നോക്കിയേ, ഏതൊക്കെ ആനിമലിന്റെ യങ് വണ്ണിനെയാണ് നമ്മൾ കാഫ് എന്ന് പറയാൻ നോക്കാം. ഓക്കെ, ആന്റിലോപ്പ്, ബഫല്ലോ, ബുള്ള്, കാറ്റിൽ, കൗ. ഇതിന്റെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയാ, കാഫ് എന്നാണ് പറയാ കേട്ടോ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്, നമുക്ക് ആരൊക്കെയാ നോക്കാം. ക്യാമൽ, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോ, ഓക്സ്, റൈനോസറസ്, യാക്ക്, വെയില്. ഇതിന്റെയൊക്കെ യങ് വണ്ണിനെ നമ്മൾ എന്താ പറയാ, കാഫ് എന്ന് പറയും. എന്താ പറയാ, കാഫ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാം അല്ലെ. ആന്റലോപ്പ്, ബഫല്ലോ, ബുള്ള്, കാറ്റിൽ, കൗ. അതായത് ഏതാണ്ട് ഒരു പശുവർഗത്തിൽ പെടുന്ന ആൾക്കാർ അല്ലെ. കൗ ഉണ്ട്, കാറ്റിൽ ഉണ്ട്, ബുള്ളുണ്ട്, ബഫല്ലോ ഉണ്ട്, ആന്റിലോപ്പ് ഉണ്ട്. ഒരു പശുവർഗത്തിൽ പെടുന്ന ആൾക്കാരുടെ ഒക്കെ യങ് വണ്ണിന് നമ്മൾ പറയുന്നത് കാഫ് എന്നാണ് പറയാ. എന്താ പറയാ, കാഫ്, CALF. ഓക്കെ, കാഫ് എന്നാണ് പറയാ. അതേപോലെ തന്നെ ക്യാമല്, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ അത്യാവശ്യം വലിയ സൈസുള്ള ആനിമൽസ് അല്ലേ. ക്യാമലും നമ്മുടെ എലിഫന്റും ജിറാഫും ഹിപ്പോ അല്ലെ, ഓക്സ്, റൈനോസറസ്, ഇതൊക്കെ അത്യാവശ്യം യാക്ക് അല്ലെ, കുറച്ച് സൈസുള്ള ആനിമൽസ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസിന്റെ കൂടെ നമ്മൾ കാഫ് എന്ന് പറയും അല്ലെ. അപ്പൊ ക്യാമല്, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോ, ഓക്സ്, റൈനോസറസ്, യാക്ക്, വെയില്. നമ്മുടെ വെള്ളത്തിലെ ഏറ്റവും വലിയൊരു ആനിമൽ എന്നാണ് നമ്മൾ വെയിലിനെ പറയാറ് അല്ലെ. അപ്പൊ വെയിലാണെങ്കിലും ദാറ്റ് ഇസ് കാഫ്. കിട്ടുന്നുണ്ടോ? ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്നതാണ്. അല്ലാണ്ട് ഒരെണ്ണം ഇവിടെ കാഫ് എന്ന് പഠിച്ചു, പിന്നെ കുറെ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ട് പിന്നെ അടുത്തത് കാഫ് പഠിക്കുക, അത് പഠിക്കുന്നേക്കാളും നല്ലത് ഇതേപോലെ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. ഒരു ചെറിയൊരു കണക്ഷൻ ഒക്കെ കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പൊ മെമ്മറിയിൽ എന്തായാലും നിന്നോളൂ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു? ആന്റിലോപ്പ്, ബഫല്ലോ, ബുള്ള്, കാറ്റിൽ, കൗ, ക്യാമൽ, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോ, ഓക്സ്, റൈനോസറസ്, യാക്ക്, വെയിലിന്റെ ഒക്കെ കാഫ് എന്നാണ് പറയാം. ഇനി ഈ വെയിലിന്റെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഓർക്കാം, നമ്മൾ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ചുമ വരും അല്ലെ, കഫ് വരും എന്ന് ഓർക്കാം. കഫ് പോലെ കാഫ് ഓർക്കാം കേട്ടോ. വെയിലിന്റെ എന്താണ്? കാഫാണ്. വെയില് കാഫ്. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ പഠിച്ചു പിഗിന്റെ പിഗ്ലെറ്റ് എന്ന് പഠിച്ചു അല്ലെ. പിഗ്ലെറ്റ് മാത്രമല്ല, പിഗ്ലിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പിഗിന്റെ പിഗ്ലെറ്റും ഉണ്ട്, പിഗ്ലിങ്ങും ഉണ്ട്. അപ്പൊ നമ്മുടെ ലെറ്റ് നമ്മൾ പറഞ്ഞില്ലേ, അത് ബാക്കിയുള്ള ആനിമൽസിനെ ഒന്ന് റീകളക്ട് ചെയ്തേ. ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? വേഗം ഒന്ന് ആലോചിച്ചിട്ട് പറ. അവള് സ്നേക്കിനെ കൊന്നു, സ്നേക്കിനെ ഈഗിള് കഴിച്ചു, ബാക്കിയുള്ളത് പിഗ് കഴിച്ചു അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? യങ് വണ്ണിനെ നമ്മൾ ലെറ്റ് ചേർത്ത് പറയും. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ബാക്കിയുള്ളത് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, പീജിയൻ. പീജിയന്റെ നമ്മൾ എന്താ പറയാ? സ്ക്വാബ് ആണ് കേട്ടോ. പീജിയന്റെ സ്ക്വാബ് ആണ്. പീജിയന്റെ യങ് വൺ എന്താ പറയാ? സ്ക്വാബ്. സ്ക്വാബ്. നമുക്ക് വേണമെങ്കിൽ പീജിയണ് നമ്മളിങ്ങനെ എന്തെങ്കിലും അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മളിങ്ങനെ സ്ലാബിൽ വെച്ച് കൊടുത്തു നോക്കാം. ഓക്കെ, സ്ലാബ് പോലെ സ്ക്വാബ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ പീജിയന്റെ എന്താണ് വരുന്നത്? യങ് വൺ സ്ക്വാബ് ആണ്. പീജിയന്റെ സ്ക്വാബ് ആണ്. പിന്നെ മോസ്കിറ്റോന്റെ ആണെങ്കിൽ ടംബ്ലറും, നിംഫ്, റിഗ്ലർ. ഓക്കെ, മോസ്കിറ്റോന്റെ എന്തൊക്കെയാണ് വരുന്നത്? ടംബ്ലർ, നിംഫ്, റിഗ്ലർ. ഓക്കെ, അപ്പൊ ടംബ്ലർ നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ടംബ്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാത്രം ഉണ്ടല്ലോ, ടംബ്ലർ. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മോസ്കിറ്റോ ഒക്കെ
വളരുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ടംബ്ലർ എന്നുള്ളത് ഓർക്കാം. അതേപോലെ തന്നെ നമ്മുടെ മോസ്കിറ്റോ നൈറ്റിലാണോ നമ്മൾ കടിക്കണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ നൈ വെച്ചിട്ട് നിംഫാണ്. അത്ര നല്ല കണക്ഷൻ അല്ല, എന്നാലും ജസ്റ്റ് ഓർക്കാൻ പറ്റും നോക്കാം. നിംഫ് കേട്ടോ, നൈറ്റ് വെച്ചിട്ട് പോലെ ഒന്ന് ഓർത്ത് വെക്കാം. നൈ വെച്ചിട്ട് നിംഫ്. പിന്നെ റിഗ്ലർ ആണ്, റിഗ്ലർ, അതും കൂടെ ഒന്ന് പഠിച്ചേക്കണേ. അപ്പൊ പീജിന്റെ എന്തൊക്കെയാ? പീജിന്റെ സ്ക്വാബ് ആണ്. പീജിന് നമ്മൾ സ്ലാബിൽ വെച്ച് കൊടുത്തു. പിന്നെ മോസ്കിറ്റോ ആണെങ്കിൽ ടംബ്ലർ അല്ലെ, ടംബ്ലർ ആണ്. പിന്നെ നിംഫ്, റിഗ്ലർ. സ്വാനിന്റെ സിഗ്നറ്റ് ആണ് കേട്ടോ. സ്വാനിന്റെ എന്താണ്? സിഗ്നറ്റ് ആണ്. സ്വാൻ എന്ന് പറയുമ്പോൾ എന്താ? അരയന്നം അല്ലെ. അരയന്നം എന്തെങ്കിലും സിഗ്നൽ ഒക്കെ കൊടുക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഹംസമായിട്ടും ഒക്കെ പോയി സിഗ്നൽ കൊടുക്കുന്നു ജസ്റ്റ് ഓർത്ത് വെക്കാം. സിഗ്നറ്റ് ആണ് കേട്ടോ, സിഗ്നറ്റ് ആണ്. ഓക്കെ. ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹെയർ എന്ന് പറഞ്ഞാൽ വലിയ റാബിറ്റിനെയാണ് നമ്മൾ പറയാ കേട്ടോ, ഹെയർ എന്ന് പറയുന്നത്. അതിന്റെ എന്താ? ലെവററ്റ് ആണ്. ഓക്കെ, ലെവററ്റ് ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പിന്നെ മൗസിന്റെ എന്താ? പിങ്കി പപ്പ് കിറ്റൺ. മൗസിന്റെ പിങ്കി, വേണമെങ്കിൽ പിങ്ക് കളറുള്ള മൗസ് ആണെന്ന് ഓർക്കാം അല്ലെ. നമ്മുടെ മിന്നി മൗസ് ഒക്കെ ഉണ്ടല്ലോ, മിക്കി മൗസ് പോലെ മിന്നി മൗസ്, ഒരു പിങ്ക് കളറുള്ള മൗസ് ആണെന്ന് ഓർക്കാം. അപ്പൊ പിങ്കി ഉണ്ട്. പിന്നെ പപ്പ് അല്ലെ. ഈ മൗസിന്റെ ഒക്കെ പപ്പൊക്കെ മാറ്റി കഴിഞ്ഞാൽ വേണമെങ്കിൽ പിങ്ക് കളർ ആവുന്നൊക്കെ ഓർക്കാം അല്ലെ. ഓക്കെ. അതേപോലെ തന്നെ കിറ്റണും ഉണ്ട്, കിറ്റൺ. ഓക്കെ. അപ്പൊ മൗസിന്റെ ഏതൊക്കെയാണ് വരുന്നത്? പിങ്കി പപ്പ് കിറ്റൺ, പിങ്കി പപ്പ് കിറ്റൺ. ഇനി നോക്കിയേ ഫ്ലൈയുടെ എന്താ? മാഗറ്റ് ആണ് കേട്ടോ. ഫ്ലൈയുടെ യങ് വണ്ണിനെ പറയുന്നത് മാഗറ്റ് എന്നാണോ പറയാ? മാഗറ്റ്. നമുക്ക് വേണമെങ്കിൽ മാംഗോ എന്ന് ആലോചിക്കാം അല്ലെ. മാംഗോയില് ഫ്ലൈ വന്നിരുന്നു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. മാഗറ്റ് ആണ് കേട്ടോ, മാഗറ്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ, പീജിയന്റെ സ്ക്വാബ്, മോസ്കിറ്റോ, ടംബ്ലർ, നിംഫ്, റിഗ്ലർ. സ്വാൻ ആണെങ്കിലോ സിഗ്നറ്റ് ആണ്. ഹെയർ ആണെങ്കിലോ ലെവററ്റ് ആണ്. മൗസ് പിങ്കി പപ്പ് കിറ്റൺ. ഫ്ലൈ ആണെങ്കിൽ മാഗറ്റ് ആണ്. ഓക്കെ, ഇത്ര എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഒന്നും കൂടെ നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ ഇതിന്റെ PDF ടെലഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. PK ലേണിംഗ്സിന്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതിന്റെ ലിങ്ക് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം അല്ലെ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. അപ്പൊ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ചിക്കൻ വരികയാണെങ്കിൽ നമ്മൾ അതിനൊരു ടേം യൂസ് ചെയ്യും. ബ്രൂഡ് എന്ന് വേണം പറയാൻ. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പൊ കുറെ നൈറ്റിംഗേൽ വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് വാച്ച് ഓഫ് എന്നാണ്. അപ്പൊ ഓരോ ഇതേപോലുള്ള ആനിമലിനും അതിന്റെ ഒരു ഗ്രൂപ്പിന് സ്പെസിഫിക് ആയിട്ട് ഓരോ പേരുകളുണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കളക്റ്റീവ് നൗൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വൺ, ബ്രൂഡ് ഓഫ് എന്താ? ചിക്കൻ, ബ്രൂഡ് ഓഫ് ചിക്കൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, ബ്രെഡും ചിക്കനും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് തന്നെയായിരിക്കണം ബ്രെഡും ചിക്കനും. അപ്പൊ ബ്രെഡ് പോലെ ബ്രൂഡ് ഓർക്കുക. ഓക്കെ, ബ്രൂഡ് ഓഫ് ചിക്കൻ. ഫ്ലീറ്റ് ഓഫ് കാർസും ഷിപ്സും. നമ്മുടെ സാരിയുടെ ഒക്കെ ഫ്ലീറ്റ് എടുത്തിട്ട് കാറിൽ പോയി നോക്കാം. ഓക്കെ, ഫ്ലീറ്റ് ഓഫ് കാർസും അതേപോലെ തന്നെ ഷിപ്സും ആണ് കേട്ടോ. സാരിയുടെ ഫ്ലീറ്റ് എടുത്തിട്ട് കാറിൽ പോയി, അതേപോലെ തന്നെ ഷിപ്പും കൂടി ഉണ്ടെന്നുള്ളത് ഓർത്തു വെക്കാം. കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലേയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. ഓക്കെ, കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലേയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. നമ്മൾ പാരറ്റ് ആയിട്ടൊക്കെ കമ്പനി ആവാൻ ശ്രമിക്കും എന്ന് ഓർക്കാം അല്ലെ. നമ്മൾ പാരറ്റിനോട് സംസാരിക്കുന്നു, പാരറ്റിനെ കൊണ്ടൊക്കെ തിരിച്ചിങ്ങോട്ട് സംസാരിപ്പിക്കാനൊക്കെ നമ്മൾ നോക്കും അല്ലെ. അപ്പൊ കമ്പനി ആവാൻ നോക്കും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അതേപോലെ തന്നെ പ്ലേയേഴ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കമ്പനി ആവാനൊക്കെ ശ്രമിക്കും അല്ലെ, പ്ലേയേഴ്സും ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ. അപ്പൊ പ്ലേയേഴ്സും ആക്ടേഴ്സും അതേപോലെ തന്നെ സോൾജേഴ്സിന്റെ അടുത്തും നമ്മൾ കമ്പനി ആവാൻ ശ്രമിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലേയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. ഓക്കെ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രൂഡ് ഓഫ് എന്തായിരുന്നു? ചിക്കൻ അല്ലെ, ബ്രൂഡ് ഓഫ് ചിക്കൻ. പിന്നെ ഫ്ലീറ്റ് സാരിയുടെ ഫ്ലീറ്റ് ഒക്കെ എടുത്തിട്ട് കാറിൽ പോയി നോർക്കാം അല്ലെ. അപ്പൊ കാർസും അതേപോലെ തന്നെ ഷിപ്സും. കമ്പനി ഓഫ് ആരുടെ ഒക്കെ കൂടെയാണ്? പാരറ്റും, പ്ലേയേഴ്സും, ആക്ടേഴ്സും, സോൾജേഴ്സും അല്ലെ. ഇനി അടുത്ത് നോക്കിയേ, വാച്ച് ഓഫ് നൈറ്റിംഗേൽ. അപ്പൊ നൈറ്റിംഗേൽ എന്ന് പറയുമ്പോൾ നമുക്ക് നൈറ്റ് എന്നുള്ള ഒരു വേർഡ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, നൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ വാച്ച്മാൻ ആണെന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ. വാച്ച് ഓഫ് നൈറ്റിംഗേൽ. അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നമ്മൾ സമയം എത്രയായോ, ലേറ്റ് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാച്ച് നോക്കും എന്ന് ഓർക്കാം. അപ്പൊ വാച്ച് ഓഫ് നൈറ്റിംഗേൽ. ഇനി നമ്മുടെ PS യുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്വാം ഓഫ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്വാം ഓഫ് റാറ്റ്സ്, ഫ്ലൈസ്, ബീസ്. ഓക്കെ, സ്വാം ഓഫ് റാറ്റ്സ്, ഫ്ലൈസ്, ബീസ് ആണ്. നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, ഈ റാറ്റ് എലിയൊക്കെ ചത്തു കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഫ്ലൈസും ബീസും ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ റാറ്റ്സ്, ഫ്ലൈസ്, ബീസ്. എലി ചത്തു കഴിയുമ്പോൾ അതിന് ചുറ്റിനും
ഫ്ലൈസും ബീസും ഒക്കെ ഉണ്ടാവും ഓർക്കുക. ഇനി എലി ചത്തത് വാം വാട്ടറിലാണെന്ന് ഓർക്കുക കേട്ടോ. വെള്ളത്തിൽ, നല്ല ചൂടുള്ള വെള്ളത്തിൽ വീണിട്ടാണെന്ന് ഓർക്കുക. അങ്ങനെ നമുക്ക് സ്വാം ആയിട്ടും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക. അപ്പൊ സ്വാം ഓഫ്, ആ മൂന്നാൾക്കാരുടെ പേര് പറഞ്ഞ റാറ്റ്സും ഫ്ലൈസും ബീസും അല്ലെ. സ്വാം ഓഫ് റാറ്റ്സ്, സ്വാം ഓഫ് ഫ്ലൈസ്, സ്വാം ഓഫ് ബീസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ബറി ഓഫ് റാബിറ്റ് ആണ് കേട്ടോ. ബറി ഓഫ് റാബിറ്റ്. റാബിറ്റിന്റെ ഒക്കെ ബറോ എന്ന് നമ്മൾ പറയില്ലേ, ഒരു ചെറിയൊരു, അതിന്റെ ഒരു എന്താ പറയാ, അത് ഉണ്ടാക്കുന്ന ഒരു ഹോളിനെ നമ്മൾ ബറോ എന്ന് പറയും അല്ലെ. അതേപോലെ ബറി ഓഫ് റാബിറ്റ്, ബറി ഓഫ് റാബിറ്റ്. മസ്റ്റർ ഓഫ് എന്താ, പീകോക്ക് ആണ്. നമ്മൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും പീകോക്കിനെ കാണണം അല്ലെ, നമ്മുടെ നാഷണൽ ബേർഡ് ആണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് പീകോക്കിനെ കാണണം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ മസ്റ്റർ ഓഫ് ഏതാണ്, പീകോക്ക് ആണ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം, കൂടെ തന്നെ പറയാട്ടോ. ബ്രൂഡ് ഓഫ് ചിക്കൻ ആണ്. ഫ്ലീറ്റ് ഓഫ് കാർസ്, ഷിപ്സ്. കമ്പനി ഓഫ് ആരൊക്കെയാണ്, പ്ലേയേഴ്സ്, പാരറ്റ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. വാച്ച് ഓഫ് ആരൊക്കെയാ, നൈറ്റിംഗേൽ അല്ലെ. പിന്നെ സ്വാം ഓഫ് റാറ്റ്സ്, ഫ്ലൈസ്, ബീസ്. ബറി ഓഫ് റാബിറ്റ്. മസ്റ്റർ ഓഫ് ഏതാണ്, പീകോക്ക് ആണ്. ഓക്കെ, ഇത്ര എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. പാർലമെന്റ് ഓഫ് ഔൾ ആണ്. പാർലമെന്റ് ഓഫ് ഔൾ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പാർലമെന്റ് ഓഫ് ഔൾ ആണ്. പിന്നെ ലിറ്റർ ഓഫ് കപ്സും പപ്പീസും ആണ് കേട്ടോ. ലിറ്റർ ഓഫ് കപ്സും പപ്പീസും. ഈ പപ്പീസിന് ലിറ്റർ കണക്കിന് വെള്ളം കൊടുത്തു ഓർക്കാം. ഓക്കെ, പപ്പീസിന് ലിറ്റർ കണക്കിന്, നമ്മുടെ ലിറ്റർ ആണ്, സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട്. അപ്പൊ ലിറ്റർ ഓഫ് പപ്പീസ് അല്ലെ. വെള്ളം കൊടുത്തു. അപ്പൊ കപ്പിലാണ് വെള്ളം കൊടുത്തെന്ന് ഓർക്കാം. കപ്പ് എന്നുള്ള രീതിയിൽ കബ്ബായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ലിറ്റർ ഓഫ് കപ്സും പപ്പീസും, ലിറ്റർ ഓഫ് കപ്സും പപ്പീസും. ഇത് നോക്കിയേ, സ്കൾക്ക് ഓഫ് ഫോക്സ് ആണ്. കുറുക്കന്റെ ഒക്കെ ഒരു ബുദ്ധി അല്ലെങ്കിൽ തല എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ. അപ്പൊ അതേപോലെ സ്കൾക്കായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സ്കള്ള്, കുറുക്കന്റെ ഒരു സ്കള്ളാണ്, ബുദ്ധിയൊക്കെ ആയിട്ടൊന്ന് ഓർക്കാം. സ്കൾക്ക് ഓഫ് ഫോക്സ്, സ്കൾക്ക് ഓഫ് ഫോക്സ്. ഇനി അടുത്തത് കൊയർ ഓഫ് സിംഗേഴ്സ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. സിംഗേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ കൊയർ എന്ന് പറയും. അപ്പൊ കൊയർ ഓഫ് സിംഗേഴ്സ്, കൊയർ ഓഫ് സിംഗേഴ്സ്. പൊസെ ഓഫ് പോലീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, പി എസ് സിയുടെ ഫേവറേറ്റ് ആണ്. പൊസെ ഓഫ് പോലീസ് ആണ്, പൊസെ ഓഫ് പോലീസ്. പോലീസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പോസ് ഉണ്ട് അല്ലെ, നമുക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് നിൽക്കുന്ന പോലീസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പോസ് ഒക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ പൊസെ ഓഫ് എന്താ, പോലീസ് ആണ്, പൊസെ ഓഫ് പോലീസ്. സ്കൂൾ ഓഫ് വെയിൽസ്. ഓക്കെ, സ്കൂൾ ഓഫ് വെയിൽസ് ആണ്. സ്കൂളിൽ പോകുമ്പോ വെയിൽ കൊള്ളുന്ന ഓർക്കാലോ അല്ലെ. അപ്പൊ സ്കൂൾ ഓഫ് വെയിൽസ് എന്ന് പഠിക്കാം. സ്കൂൾ ഓഫ് വെയിൽസ്. ക്രൂ ഓഫ് സെയിലേഴ്സ്. ക്രൂ ഓഫ് എന്താ, സെയിലേഴ്സ്, ക്രൂ ഓഫ് സെയിലേഴ്സ്. അത് അറിയായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് മൈലോട്ട് കൊണ്ടുവന്നേ. പാർലമെന്റ് ഓഫ് ഔൾ. ലിറ്റർ ഓഫ് കപ്സും പപ്പീസും. സ്കൾക്ക് ഓഫ്, ഓർത്തിട്ട് പറയൂ, ഫോക്സ് അല്ലെ. കൊയർ ഓഫ് സിംഗേഴ്സ്. പൊസെ ഓഫ് പോലീസ്. സ്കൂൾ ഓഫ് വെയിൽസ്. ക്രൂ ഓഫ് സെയിലേഴ്സ്. ഓക്കെ, നേരത്തെ എന്തൊക്കെയാ പഠിച്ചേ? ബ്രൂഡ് ഓഫ് ചിക്കൻ, ഫ്ലീറ്റ് ഓഫ് കാർസ്, ഷിപ്സ്. കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലേയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. വാച്ച് ഓഫ് നൈറ്റിംഗേൽ. സ്വാം ഓഫ് റാറ്റ്സ്, ഫ്ലൈസ്, ബീസ്. ബറി ഓഫ് റാബിറ്റ്. മസ്റ്റർ ഓഫ് പീകോക്ക്. ഇത്ര എല്ലാവർക്കും സെറ്റ് ആണോ? ഇനി ഒരു പ്രാവശ്യം കൂടെ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ വരില്ലേ? ഓക്കെ, നമുക്ക് എക്സാമിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി അല്ലെ. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് കയറാം. ബെഞ്ച് ഓഫ് എന്തൊക്കെയാ? ജഡ്ജസ്, അതേപോലെ തന്നെ മജിസ്ട്രേറ്റ്സ് കേട്ടോ. ബെഞ്ച് ഓഫ് ജഡ്ജസും മജിസ്ട്രേറ്റ്സും അറിയായിരിക്കുമല്ലോ. ബെഞ്ച് ഓഫ് ജഡ്ജസും മജിസ്ട്രേറ്റ്സും. പാനൽ ഓഫ് എന്തൊക്കെയാ? പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ് അല്ലെ. നമ്മൾ പറയാറില്ലേ പാനൽ ഓഫ് അല്ലെ, പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ്. ഓക്കെ, പിന്നെ ഏതാ പറഞ്ഞേ? നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ പറയുന്നതാണ് അല്ലെ, പാനൽ ഓഫ്. ഇനി ട്രൂപ്പ് ഓഫ് 2 ട്രൂപ്പ് ഉണ്ട്. അതിലെ ആദ്യത്തെ ട്രൂപ്പ് നോക്കിയേ, TROUPE. ഈ ട്രൂപ്പ് ഓഫ് ആണെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കേട്ടോ. ആർട്ടിസ്റ്റ് ആണെങ്കിലും ഡാൻസേഴ്സ്, പെർഫോമേഴ്സ്, അവരൊക്കെയാണ് നമ്മൾ TROUPE വെച്ചിട്ട് പറയാം. തെറ്റിക്കരുത്, ഇത് രണ്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റേ ട്രൂപ്പ് നോക്കിയേ, ട്രൂപ്പ് ഓഫ് മങ്കീസും കാങ്കുരു ആണ് കേട്ടോ. ട്രൂപ്പ് ഓഫ് മങ്കീസും കാങ്കുരു. അപ്പൊ 2 ഓയുള്ള ട്രൂപ്പിനകത്ത്, നമ്മുടെ കാങ്കുരുവിനകത്ത് 2 ഓയ ഉണ്ട് അല്ലെ, അങ്ങനെ ഓർക്കാം. അതേപോലെ തന്നെ മങ്കി എന്ന് പറയുമ്പോഴും കാങ്കുരു കിട്ടുമ്പോൾ അതിന്റെ കൂടെ തന്നെ മങ്കി കൂടെ പഠിച്ചേക്കാം. ഓക്കെ, അപ്പൊ 2 ഓയുള്ള കാങ്കുരു നമ്മുടെ ട്രൂപ്പിനകത്ത് 2 ഓയ ഉണ്ട്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തെറ്റില്ല. ഇനി മറ്റേ ട്രൂപ്പ് ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ആർട്ടിസ്റ്റും ഡാൻസേഴ്സും പെർഫോമേഴ്സും അവരുടെ ഒക്കെ കൂടെ പറയുന്നതാണ് മറ്റേ ട്രൂപ്പ് ഓഫ്. ഓക്കെ, ഇനി ടീം ഓഫ് ഏതൊക്കെയാ? ഹോഴ്സസ് ആണ് കേട്ടോ. ടീം ഓഫ്
ഹോഴ്സസ്. ടീം ഓഫും ഒരെണ്ണം കൂടി ഉണ്ട്, സ്റ്റഡ് ഓഫ്, STUD, സ്റ്റഡ് ഓഫ് കേട്ടോ. സ്റ്റഡ് ഓഫ് നമ്മൾ ആരുടെ കൂടെ പറയും? ഹോഴ്സസിന്റെ കൂടെ പറയും. അപ്പോ നമ്മുടെ ഈ ഹോഴ്സിനുണ്ടല്ലോ, കുതിരയ്ക്ക് ഓരോ ടീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഓരോ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ ഓരോ ടീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും സ്റ്റഡ് ഒക്കെ ഇടിപ്പിച്ചു നോർക്കാം അല്ലെ, നമ്മുടെ കമ്മൽ പോലെ സ്റ്റഡ് ഒക്കെ ഇടിപ്പിച്ചു നോർക്കാം. അപ്പൊ ടീം ഓഫ് സ്റ്റഡ് ഓഫ് ഏതാണ്? ഹോഴ്സസ്. ടീം ഓഫ് സ്റ്റഡ് ഓഫ് ഹോഴ്സസ്. ഇനി അടുത്ത് നോക്കിയേ, ഫ്ലൈറ്റ് ഓഫ്. ഫ്ലൈറ്റ് ഓഫ് ഏതൊക്കെയാ? സ്റ്റെയേഴ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഡൗസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡൗസ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ. നമ്മളിപ്പോ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി സ്റ്റെയേഴ്സ് ഒക്കെ കയറി ഫ്ലൈറ്റിൽ എത്തിയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഫ്ലൈറ്റിന്റെ ജനലിലേക്കൂടെ നോക്കുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ച വെറുതെ ഇമാജിൻ ചെയ്യാം കേട്ടോ, നമ്മൾ ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറയുന്ന കണക്ഷൻ. അപ്പൊ ജനലിലേക്കൂടെ നോക്കിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബേർഡ്സിനെ കാണുന്നു, ഡൗസിനെ കാണുന്നു, ഇൻസെക്ട്സിനെ കാണുന്നു, ബട്ടർഫ്ലൈനെ കാണുന്നു. ഓക്കെ, അപ്പൊ ഫ്ലൈറ്റ് ഓഫ് ഏതൊക്കെയാണ്? സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡൗസ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ. ഇനി കോളനി ഓഫ് ബാറ്റ്സ്, ആൻസ്, ഫ്രോക്സ്. ഒരു കോളനിയാണ്. അപ്പൊ ഒരു കോളനി എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കുറെ ബാറ്റുകൾ ഉണ്ട് അല്ലെ. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വവ്വാലുകൾ ഉണ്ട്. അപ്പൊ ബാറ്റ് ഉണ്ട്, ആൻസ് ഉണ്ട്, ഫ്രോക്സ് ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ, ബെഞ്ച് ഓഫ് ജഡ്ജസ്, മജിസ്ട്രേറ്റ്സ്, പാനൽ ഓഫ് എക്സ്പേർട്സ്, ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, ഡാൻസേഴ്സ്, പെർഫോമേഴ്സ്. മറ്റേ ട്രൂപ്പ് ആണെങ്കിലോ മങ്കിയും കാംഗ്രൂ. ടീം ഓഫ് സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡൗസ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ, കോളനി ഓഫ് ബാറ്റ്സ്, ആൻസ്, ഫ്രോക്സ്. ഇത്രയും സെറ്റ് ആണോ എല്ലാവർക്കും? പഠിച്ചോ? ഓക്കെ, ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ ഇതെല്ലാം കൂടെ എങ്ങനെ പഠിക്കും എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ എക്സാമിന് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് സെറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് കയറാം. അടുത്തത് ഫ്ലോട്ടില ഓഫ്. ഫ്ലോട്ടില ഓഫ് ഏതൊക്കെയാ നമ്മൾ പറയാ? ഫ്ലോട്ടില ഓഫ് ബോട്ട്സ് പറയും അല്ലെ, ബോട്ട്സ്. ഓക്കെ, നമ്മുടെ ബോട്ട്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാലോ. ഫ്ലോട്ടില ഓഫ് ബോട്ട്സ് ആണ്, ഫ്ലോട്ടില ഓഫ് ബോട്ട്സ്. ഇനി ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്, തീവ്സ്. നമ്മുടെ കള്ളന്മാരുടെ അല്ലെങ്കിൽ പ്രിസണേഴ്സിന്റെ ഒക്കെ ഒരു ഗ്യാങ് എന്ന് പറയും അല്ലെ. അപ്പൊ ഗ്യാങ് ഓഫ് പ്രിസണേഴ്സും അതേപോലെ തന്നെ തീവ്സും. ബെവേ ഓഫ് ബ്യൂട്ടീസ്, ലേഡീസ്. ബെവേ ഓഫ് ബ്യൂട്ടീസ്, ലേഡീസ്. നമുക്ക് BV എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, BV നല്ല ഭംഗിയുള്ള ആൾക്കാരായിരിക്കും എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ബ്യൂട്ടീസും അതേപോലെ തന്നെ ലേഡീസും. ലോഫ് ഓഫ് ഏതാ? ബ്രെഡ് ആണ് കേട്ടോ. ലോഫ് ഓഫ് ബ്രെഡ് ആണ്, പഠിച്ചേക്കുക. ലൈബ്രറി ഓഫ്, ഷെൽഫ് ഓഫ്, പൈൽ ഓഫ് ബുക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബുക്സിന്റെ എന്തൊക്കെയാ പറയാ? ലൈബ്രറി ഓഫ് ബുക്സ്, ഷെൽഫ് ഓഫ് ബുക്സ്, പൈൽ ഓഫ് ബുക്സ്, അങ്ങനെയാ പറയാ അല്ലെ. അപ്പൊ ലൈബ്രറി ഓഫ്, ഷെൽഫ് ഓഫ്, പൈൽ ഓഫ് ഏതാണ്? ബുക്സ് ആണ്. ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ്, കാർഡ്സ് ആണ് കേട്ടോ. ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ് ഏതാണ്? കാർഡ്സ് ആണ്. അപ്പൊ ലൈബ്രറിയിൽ കുറെ ഷെൽഫ് ഉണ്ട്, അതിലിങ്ങനെ പൈൽ ഓഫ് ബുക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ലൈബ്രറി ഓഫ്, ഷെൽഫ് ഓഫ്, പൈൽ ഓഫ് ബുക്സ്. ഇനി ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ്, കാർഡ്സ്. അതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ്, കാർഡ്സ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, ഈ ചീട്ടൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡെസ്കിലൊക്കെ വെക്കും അല്ലെ. ഡെസ്കിലൊക്കെ വെച്ചിട്ടാണ് കളിക്കുക. അതേപോലെ തന്നെ ചീട്ടിന്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും അല്ലെ. ഈ പാക്കറ്റ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഡെസ്കിൽ വെക്കാന്ന് ഓർക്കാം. അപ്പൊ ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, പിന്നെ കയ്യിൽ പിടിച്ചിട്ടാണ് ചീട്ട് കളിക്കുക അല്ലെ. അപ്പൊ ഹാൻഡ് ഓഫ് ഏതാണ്? കാർഡ്സ് ആണ്. ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ്, കാർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കിയേ. ഫ്ലോട്ടില ഓഫ് ബോട്ട്സ്, ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്, തീവ്സ്, ബെവേ ഓഫ് ബ്യൂട്ടീസ്, ലേഡീസ്, ലോഫ് ഓഫ് ബ്രെഡ്, ലൈബ്രറി ഓഫ്, ഷെൽഫ് ഓഫ്, പൈൽ ഓഫ് ബുക്സ്, ഡെക്ക് ഓഫ്, പാക്ക് ഓഫ്, ഹാൻഡ് ഓഫ്, കാർഡ്സ്. ഇനി അടുത്ത് നോക്കാം, വോളി ഓഫ് ആരോസ്, ബുള്ളറ്റ്. ഓക്കെ, വോളി ഓഫ് ആരോസും ബുള്ളറ്റും ആണ്. നമുക്ക് വേണമെങ്കിൽ അത്ര നല്ല കോഡൊന്നും അല്ല, എന്നാലും ജസ്റ്റ് പറയുന്നതാണ്. ഈ വോളിബോൾ കളിക്കാനായിട്ടേ, വോളി എന്ന് പറയുമ്പോൾ നമുക്ക് വോളിബോൾ ആലോചിക്കാം. വോളിബോൾ കളിക്കാനായിട്ട് ആരോ ബുള്ളറ്റ് ഓടിച്ചു പോയെന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ വോളി ഓഫ് ആരോസും ബുള്ളറ്റും. വോളിബോൾ കളിക്കാനായിട്ട് ആരോ ബുള്ളറ്റ് ഓടിച്ച് പോയി. ബാറ്ററി ഓഫ് ഗൺസ് ആണ് കേട്ടോ. ബാറ്ററി ഓഫ് ഗൺസ്, കളിത്തോക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ബാറ്ററി ഒക്കെ ഇടുന്ന ഒരു ഗണ്ണാണെന്ന് ഓർക്കാം. ബാറ്ററി ഓഫ് ഗൺസ്. ഹീപ്പ് ഓഫ് സ്റ്റോൺസും റൂയിൻസും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അവശിഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ പറയില്ലേ, അതിനെയൊക്കെ നമ്മൾ ഹീപ്പ് ഓഫ് എന്ന് പറയാം. ഹീപ്പ് ഓഫ് സ്റ്റോൺസും റൂയിൻസും. ബഞ്ച് ഓഫ്, ഒരു കൊല എന്നുള്ള രീതിയിൽ അല്ലെ, ഒരു കൊല എന്നുള്ള രീതിയിൽ നമ്മൾ ബനാന, ഗ്രേപ്സ്, കീസ്, ഫ്ലവർ, ഇതിന്റെയൊക്കെ നമ്മൾ എന്താ പറയാ? ബഞ്ച് ഓഫ് എന്നാണ് പറയാ. ടീം ഓഫ് സ്റ്റഡ് ഓഫ് ഹോഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ടീം ഓഫ് സ്റ്റഡ് ഓഫ് എന്താണ്? ഹോഴ്സ് ആണ്. പ്രൈഡ് ഓഫ് എന്താ വരിക? പ്രൈഡ് ഓഫ് ലയൺസ് ആണ് അല്ലെ. ലയൺ ഒക്കെ വളരെ പ്രൗഡ് ആണ്, കാട്ടിലെ രാജാവാണ്. അപ്പൊ പ്രൈഡ് എന്നുള്ള രീതിയിൽ ഓർക്കാം. പ്രൈഡ് ഓഫ് ലയൺസും
ക്രൂ ഓഫ് എന്താ സെയിലേഴ്സും, ക്രൂ ഓഫ് സെയിലേഴ്സും. അപ്പൊ വോളി ഓഫ് ആരോസും ബുള്ളറ്റും, ബാറ്ററി ഓഫ് ഗൺസ്, ഹീപ്പ് ഓഫ് സ്റ്റോൺസ് റൂയിൻസ്, ബഞ്ച് ഓഫ് ബനാന ഗ്രേപ്സ് കീസ് ഫ്ലവർ, ടീം ഓഫ് സ്റ്റഡ് ഓഫ് നേരത്തെ പഠിച്ചതാണ് ഹോഴ്സ്, പ്രൈഡ് ഓഫ് ലയൺസ്, ക്രൂ ഓഫ് സെയിലേഴ്സ്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഉള്ളൂ നോക്കാം. ആർമി ഓഫ് ആൻസ്, ആർമി ഓഫ് ആൻസ്, വെയിൽ ഓഫ് കോട്ടൺ. നമ്മുടെ ആൻഡ് ഒക്കെ ഇങ്ങനെ ആർമി പോണ പോലെ ക്യൂല് ലൈനിലൊക്കെ പോകുന്ന ഓർക്കാം അല്ലെ. അപ്പൊ ആർമി ഓഫ് ആൻസ്, ബെയിൽ ഓഫ് കോട്ടൺ, കോട്ടന്റെ ഒക്കെ ബോൾ എന്ന് ഓർക്കാം അല്ലെ. കോട്ടന്റെ ഒക്കെ ബോൾ പോലെ ബെയിൽ ആലോചിക്കാം. പിന്നെ വേറൊരു ബെയിൽ ഉണ്ട്, BAIL. BAIL എന്ന് പറഞ്ഞാൽ എന്താ? ജാമ്യമാണ് കേട്ടോ, ജാമ്യം. അതാണ് നമ്മുടെ BAIL എന്ന് പറഞ്ഞിട്ടുള്ള ബെയിൽ. ഇത് BALE ആണ്, തമ്മിൽ മാറിപ്പോരുത്. ബെയിൽ ഓഫ് കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? കോട്ടന്റെ ഒരു ഗ്രൂപ്പിന് അല്ലെ, ബെയിൽ ഓഫ് കോട്ടൺ. കോട്ടന്റെ ബോൾ എന്ന് ആലോചിക്കാം. അപ്പൊ രണ്ട് ബെയിലും തമ്മിൽ മാറിപ്പോയില്ല. പിന്നെ ഗിഗിൾ ഓഫ് ഗേൾസും ഗാഗിൾ ഓഫ് ഗീസും. ഗേൾസിന്റെ GI വെച്ചിട്ട് തന്നെ ഗിഗിൾ, അല്ലെങ്കിൽ ഗിഗിളിന്റെ GI വെച്ചിട്ട് തന്നെ ഗേൾസ്. ഗിഗിൾ ഓഫ് ഗേൾസും ഗാഗിൾ ഓഫ് ഗീസും അല്ലെ, ഗാഗിൾ ഓഫ് ഗീസ്. കലണ്ടർ ഓഫ് സെയിൻസ് ആണ്. ഓക്കെ, സെയിൻസിന്റെ ഒക്കെ ഇപ്പൊ നമ്മള് ഹോളിഡേ ആണെന്നൊക്കെ അറിയാൻ വേണ്ടി കലണ്ടറിലൊക്കെ നോക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കലണ്ടർ ഓഫ് സെയിൻസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ക്യൂവർ ഓഫ് ആരോസ്. ക്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? ഷിവർ ആണ് അല്ലെ. ആരോ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പേടിക്കും അല്ലെങ്കിൽ ഷിവർ ചെയ്യുന്നൊക്കെ നമുക്ക് ഓർക്കാം. ക്യൂവർ ഓഫ് ആരോസ്, ക്യൂവർ ഓഫ് ആരോസ്. ക്യോർ ഉണ്ടായിരുന്നു, QUER നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ക്യോർ ഫിഷ് അല്ലെ, എന്താണ്? സ്ട്രേഞ്ച് പേഴ്സൺ. ഇനി ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്. ഓക്കെ, ആസ്ട്രോയിഡ്സിന്റെ ഒക്കെ ഒരു ബെൽറ്റ് പോലെ അല്ലെ, ഒരു ബെൽറ്റ് പോലെ, ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്. അപ്പൊ ഒന്നും കൂടെ, ആർമി ഓഫ് ആൻസ്, വെയിൽ ഓഫ് കോട്ടൺ, ഗിഗിൾ ഓഫ് ഗേൾസും ഗാഗിൾ ഓഫ് ഗീസും, കലണ്ടർ ഓഫ് സെയിൻസ്, ക്യൂവർ ഓഫ് ആരോസ്, ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്. ഇത്രയും സെറ്റ് ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ രണ്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്തു, യങ് വൺസും അതേപോലെ തന്നെ കളക്റ്റീവ് നൗൺ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകളും കൂടെ ഒന്ന് പോരട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴാണ് എനിക്കും ഒരു എനർജി ലെവൽ വരിക. കാരണം ഇത് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് ചെയ്യുന്ന സെഷൻസ് ആണ് അല്ലെ. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.